അല്ല ഗൈസ്, ഞാൻ വർക്കലേക്കുള്ള യാത്രയാണ് കേട്ടോ. അങ്ങനെ ഈവനിങ് വർക്ക് കഴിഞ്ഞാൽ നേരത്തെ ട്രെയിൻ കയറി വർക്കലേക്ക് എത്താനായിട്ടോ. ഓൺ ദ വേ ആണ്. അങ്ങനത്തെ വർക്കല സ്റ്റേഷനിലെത്തി. ഒരു 8:45 8:45 കഴിഞ്ഞു ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക്. അങ്ങനത്തെ വർക്കല സ്റ്റേഷനിലെത്തി. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചതും 2 വർഷമൊക്കെ പഠിച്ചതൊക്കെ ഇവിടെയാണ് കേട്ടോ. അങ്ങനത്തെ അച്ഛൻ്റെ അമ്മ ജസ്റ്റ് വെയിറ്റിംഗ് ആണ്. കാരണം ഞാൻ അവരെ വീട്ടിലാണ് നിൽക്കാറുള്ളത്. അങ്ങനത്തെ ഞങ്ങൾ ഓട്ടോക്ക് വിളിച്ച് പോവുകയാണ്. ഫ്രണ്ടിൽ അമ്പലമുണ്ട് കേട്ടോ. രാവിലത്തെ നന്നായിട്ടൊരു വീട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. വീട്ടിലെത്തിയ പാടതാ കുർണി കുറേ മാസങ്ങൾ 5-6 മാസത്തിന് ശേഷം പോകുന്നത് കേട്ടോ. അങ്ങനെ കുർണീൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുർണി നിൽക്കുന്നത്. അങ്ങനെ റൂമിലൊക്കെ ഇപ്പോൾ ബെസ്റ്റ് എനിക്കറിയാം. റൂമിൽ ഞങ്ങൾ 3 പേരെ ഫോട്ടോ ഉണ്ട്. കണ്ട് മിസ് ചെയ്ത് 2 പേര്. അങ്ങനെ അമ്മ ഇതാ ഫുഡൊക്കെ വിളമ്പി. അവിയലാണ് സ്പെഷ്യൽ, അവിയലും ചൂരക്കറിയും സാലഡും. അങ്ങനെ വിശപ്പിലാണ്. സത്യം പറഞ്ഞാൽ എനിക്കിവിടെ കുറേ മിസ്സിങ് ഉണ്ട്. ഞാൻ പഠിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. ഞാൻ പഠിച്ചതും ഇവിടെ തന്നെയാണ് സ്റ്റേ അടിച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടുത്തെ ഫുഡും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സത്യം പറഞ്ഞാൽ മിസ് ചെയ്ത്. അങ്ങനത്തെ ഫുഡ് കഴിച്ച് അത് വയറ് നിറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പാടണേ നല്ല 6:30 ഇതാണ്. അമ്പലത്തിൽ നിന്ന് പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. രാവിലെ തന്നെ മഴയാണ്. ഞാൻ 6:30 ഞെട്ടി എഴുന്നേറ്റ് അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടപ്പോൾ ഞെട്ടി എഴുന്നേറ്റ്. അങ്ങനെ നമുക്ക് നല്ല മഴ, നല്ല കനത്ത മഴ, നല്ല തണുപ്പ്. എനിക്ക് ഇവിടുത്തെ ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കാടും മലയൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു 10 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പായസം ഉണ്ടാക്കിയിട്ടമ്മ. അപ്പോൾ ഞാനതൊന്ന് പോയി ഇളക്കി കൊടുക്കാൻ സഹായിച്ച്. അങ്ങനെ ഞാൻ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴി ഇതായിരുന്നു അമ്പലം. അമ്മന്നട കോവിൽ എന്നാണ്, അമ്മൻ കോവിലാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ ഭയങ്കര എനിക്ക് കുറേ നൊസ്റ്റു അടിച്ച്. എൻ്റെ കുറേ കുട്ടിക്കാലം ഓർമ്മ കേട്ടോ. ഈ അപ്പവും ചുട്ടൊക്കെ മണ്ണിലൊക്കെ ഒരു ചെറുപ്പത്തിൽ കളിക്കില്ല, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മിസ് ചെയ്തത്. ഇത് കുഞ്ഞൊരു ഇടവഴിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ തെന്നി വീഴുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ പേടിച്ചുകൊണ്ടാണ് നടന്നത്. അങ്ങനെ ഞങ്ങളിതാ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി. അതൊരു നൊസ്റ്റു തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്തു. അപ്പോൾ വീട്ടിലെത്തിയ പാട് ഞാൻ പായസം ടേസ്റ്റ്. എനിക്ക് ആ കൊതിച്ചോടെയാണ് ഞാൻ പോയത്. അന്ന പാടിൻ്റെ പായസം ടേസ്റ്റ് ചെയ്ത് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ഞാനും ഇത്രയും മധുരം കഴിക്കുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ജോണ്ടീസിന് ശേഷം ഞാൻ മധുരമൊക്കെ കുറച്ച് കുറവായിരുന്നു. അങ്ങനെ ചിക്കനും ഫ്രൈൻ്റെ പരിപാടിയായിരുന്നു. അങ്ങനെ ചോറ് ഇതായിരുന്നു. ചോറിൻ്റെ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു. ചിക്കനുണ്ട്, സാലഡുണ്ട്, കപ്പയുണ്ട്, ചിക്കൻ കറിയുണ്ട്. അപ്പോൾ ഞാൻ ജോണ്ടീസിന് ശേഷം ചിക്കൻ ഫ്രൈ ഒക്കെ എനിക്ക് 2 മന്തിനൊക്കെ ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം കുഴപ്പമില്ലായിരുന്നു. കഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ശരിക്കും ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാനും അവിടുത്തെ അമ്മയും കൂടെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. അമ്മയുടെ കസിൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഈവനിങ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഇറങ്ങിയതായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം കേട്ടോ. കാരണം നല്ലൊരു ഗാർഡനിങ് ആയിരുന്നു ആ വീട്ടിൽ, ഒരു തണുപ്പൊക്കെ ആയിട്ട്. അങ്ങനെ മഴ വരുന്ന കണ്ടപ്പോൾ ഞാൻ ഒരു പാട്ട് പാടിയാലെന്ന് വിചാരിച്ച്. അങ്ങനെ പാട്ട് കേട്ടാൽ